ഈയിടെയായിട്ട് ഒരു തിമിംഗലം ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ജെസിക്ക റാഡ്ക്ലിഫ് എന്ന ഒരു പരിശീലനത്തിൽ മരിച്ചുപോയെന്നും ഇന്റർനെറ്റിൽ ഒരുപാട് വീഡിയോസ് കാണാം. പക്ഷേ ഇതെല്ലാം AI ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വ്യാജ വീഡിയോ ആണെന്നും യാഥാർത്ഥ്യത്തിൽ ജെസിക്ക റാഡ്ക്ലിഫ് എന്നൊരു വ്യക്തി ഇല്ല എന്നും പക്ഷേ ഇങ്ങനെ ഒരു സംഭവം 2010 ശരിക്കും ഒരു സ്ത്രീക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അത് ആരാണ് ആ സ്ത്രീ? അവർക്ക് എപ്പോഴാണ്, എവിടെയാണ്, എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യനെ കൊല്ലാൻ തക്ക ശേഷിയുള്ള ആ മത്സ്യം ഏതാണ്? ഇതെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. വെൽക്കം ടു ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. ഏറ്റവും വലിയ കടലിലെ ജീവി എന്ന് പറയുമ്പോൾ തിമിംഗലങ്ങളും സ്രാവുകളുമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. എന്നാൽ ഈ ഒരു ജീവിയെ നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട്? തിമിംഗലങ്ങൾക്കും ശേഷം കടലിലെ ഏറ്റവും വലിയ ജീവി ഇതാണ്. ഓർക്കോ എന്ന് വിളിക്കപ്പെടുന്ന ഈ മത്സ്യം ഡോൾഫിൻ വർഗത്തിൽപ്പെട്ടതാണ്. ഡോൾഫിൻ വർഗത്തിലെ ഏറ്റവും വലിയ മത്സ്യം ഇതാണ്. ഏകദേശം ഒരു ഓർക്കയുടെ പരമാവധി നീളം 10 മീറ്റർ ആണ്. ഇതിന്റെ ഭാരം ഏകദേശം 1200 കിലോഗ്രാം വരെ കാണാം. ജനിച്ച ഒരു ഓർക്കോ 15 to 20 വർഷത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തുന്നു. ഇതിൽ ആൺ ഓർക്കകളാണ് പെൺ ഓർക്കകളെക്കാൾ ഇരട്ടി വലുതാവുന്നത്. എന്നാൽ ആൺ ഓർക്കകൾക്ക് പരമാവധി 60 വയസ്സ് വരെ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. പെൺ ഓർക്കകൾക്ക് 90 വയസ്സ് വരെ ജീവിക്കാം. കാണാൻ സുന്ദരമായ ഒരു ജീവിയാണ്, കളിക്കുന്നതിനും മനോഹരമായിരിക്കും. എന്നാൽ അവയുടെ ഭക്ഷണം എന്താണ് എന്ന് വരുമ്പോഴാണ് ഓർക്കകൾ തന്റെ മറ്റൊരു മുഖം കാണിക്കുന്നത്. ഓർക്കയുടെ മറ്റൊരു പേരാണ് കില്ലർ വെയിൽ. കടലിലെ വേട്ടയാടി ജീവിക്കുന്ന ഏറ്റവും വലിയ വേട്ടക്കാരൻ ഈ ഓർക്കകളാണ്. ചെറിയ മത്സ്യങ്ങൾ, പെൻഗ്വിനുകൾ, സീലുകൾ എന്നിവ മുതൽ വലിയ തിമിംഗലങ്ങൾ വരെ ഓർക്കകൾക്ക് ഭക്ഷണമാണ്. ഇപ്പോൾ നമുക്കൊരു സംശയം വരും, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്നും ഉണ്ടല്ലോ എന്ന്. അതെ, വൈറ്റ് ഷാർക്കിനെ പോലും ഈ ഓർക്കകൾ ഒരു കളിപ്പാട്ടം പോലെ വച്ച് കളിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇത് എങ്ങനെയാണെന്നും ഈ ഓർക്കകൾ എങ്ങനെയാണ് വേട്ടയാടുന്നതും കണ്ടിട്ട് യാഥാർത്ഥ്യത്തിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ചും ആ സ്ത്രീ ഓർക്കയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചും നമുക്ക് കാണാം. കൂട്ടമായി ജീവിക്കുകയും കൂട്ടമായി വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് ഇത്. കാട്ടിന്റെ രാജാവായ സിംഹത്തെ പോലും കടലിന്റെ രാജാവായ കില്ലർ വെയിൽ എന്നിവയെപ്പെട്ട് ഓർക്കകളാണ്. ഓർക്കകൾ കൂടുതലും കൂട്ടമായാണ് വേട്ടയാടുക. ചെറിയ ഡോൾഫിനുകൾ 10 to 20 കിലോ ഭാരമുള്ള ചെറിയ മത്സ്യങ്ങൾ എന്നിവയെ വഴയിൽ കാണുമ്പോൾ തന്നെ പിടിച്ചു തിന്നും. അവർക്ക് നല്ല വിശപ്പ് വന്നാൽ മഞ്ഞുപാളികൾ മുകളിലിരിക്കുന്ന സീലുകളെയും കൂട്ടമായി ചേർന്ന് മഞ്ഞുപാളികൾ തകർത്ത് വെള്ളത്തിൽ വീഴ്ത്തി പിടികൂടി ഭക്ഷിക്കും. ചിലപ്പോൾ കടൽ തീരത്തിരിക്കുന്ന സീലുകളെയും വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് ധൈര്യമായി പിടിച്ചെടുത്ത് തിരിച്ചു കടലിലേക്ക് കൊണ്ടുപോകും. ചില സമയങ്ങളിൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഓർക്കകൾ വൈറ്റ് ഷാർക്കുകളെയും ആക്രമിക്കാറുണ്ട്. വൈറ്റ് ഗ്രേറ്റ് ഷാർക്ക് പല ജീവികളെയും വേട്ടയാടുന്ന വലിയൊരു വേട്ടക്കാരനെന്നല്ലേ നമുക്ക് ആശ്ചര്യം തോന്നും. അതെ, പല ജീവികളെയും വേട്ടയാടുന്ന വൈറ്റ് ഷാർക്കിനെ വേട്ടയാടുന്ന ജീവിയാണ് അതിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ഓർക്കോ. ഓർക്കകൾ ഷാർക്കിന്റെ കരൾ മാത്രമാണ് പിഴുതെടുത്ത് തിന്നുന്നത്. ഈ കരളിന്റെ സ്വാദിഷ്ടമായതുകൊണ്ട് ഓർക്കകൾ പല വൈറ്റ് ഷാർക്കുകളെയും തീരത്ത് പിടിച്ച് വേട്ടയാടി അതിന്റെ കരൾ മാത്രം തിന്നും. അതുകൊണ്ടാണ് പലയിടങ്ങളിലും കരളില്ലാത്ത വൈറ്റ് ഷാർക്കുകളുടെ മൃതദേഹം അടിഞ്ഞു കൂടിയിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഭീകരമായി തോന്നുന്നില്ലേ? ഒരുപക്ഷെ ഓർക്കകൾക്ക് നല്ല വിശപ്പ് വന്നാൽ കൂട്ടമായി ചേർന്ന് കടലിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലങ്ങളെയും വേട്ടയാടും. സ്രാവുകൾ സ്വയം രക്ഷിക്കാൻ പല്ലുകൾ കൊണ്ട് കടിക്കും. പക്ഷേ തിമിംഗലങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തിമിംഗലങ്ങൾ ശരിക്കും ചുരുട്ടിപ്പിടിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഓർക്കകൾ അതൊന്നും ഗൗനിക്കാതെ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കടിച്ചു തിന്നാൻ തുടങ്ങും. ഇതുപോലെ ഓർക്കകൾ ഒരു തരം ശബ്ദമുണ്ടാക്കി പരസ്പരം സംസാരിച്ചാണ് ഇരയെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തിമിംഗലങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിടവും കണ്ടെത്തില്ല. ഇതൊരു ചെറിയ തിമിംഗലമെങ്കിലും ഓർക്കോ അതിനെ പിടിച്ച് വലിച്ചെടുത്തു കൊണ്ടുപോകും. ഇതൊക്കെ കാണുമ്പോൾ ഓർക്കോ ഇത്രയും ശക്തിയായ ജീവിയാണെന്ന് തോന്നിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് കടലിലെ ഏറ്റവും വലിയ ജീവികളും ഓർക്കയെ ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യം നമുക്കുണ്ടാകും. ഒരു ഓർക്ക എത്രമാത്രം ശക്തമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഓർക്കയുടെ ശരീരബലം 2 ആഫ്രിക്കൻ ആനയേക്കാൾ തുല്യമാണ്. അതുപോലെ ഏറ്റവും വലിയ കടൽ ജീവികളിലെ ഏറ്റവും വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഈ ഓർക്കകൾക്കാണ്. ഇതുപോലെ അതിന്റെ കടി ശക്തിയും വളരെ വലുതുമാണ്. ഈ ശക്തി ഉപയോഗിച്ചാണ് ഓർക്കകൾ കടലിനെ ഭരിക്കുന്നത്. ഒരു ഓർക്കയുടെ കടിയുടെ ശക്തി എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് നായയുടെ കടിയെ കുറിച്ച് അറിയാം? അത് ഏകദേശം 3000 PSI വരെ വരും. സിംഹത്തിന്റെയും കടുവയ്ക്കും 1000 PSI വരെ കടിക്കുന്ന ശക്തി. മുതലകൾക്ക് 3000 PIS വരെ വരും. വൈറ്റ് ഗ്രേറ്റ് ഷാർക്കിന് 4000 PS വരെയാണ്. 4000 PS വരെ അപകടകരമാണ്. ഒറ്റക്കടിക്ക് ഏതു ജീവിയെ നുറുക്കിക്കളയും. എന്നാൽ വൈറ്റ് ഷാർക്കിന് മുകളിൽ നിന്നും ലോകത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് ഓർക്കയാണ്. ഒരു ഓർക്ക കടിച്ചാൽ ഏകദേശം 19,000 PSI വരെ വരും. സ്രാവുകളെക്കാൾ 5 മടങ്ങ് ശക്തിയോടെയാണ് ഇവ കടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്തുകൊണ്ടാണ് ഓർക്കയെ കില്ലർ വെയിൽ എന്ന് വിളിക്കുന്നതെന്ന്. കടലിലെ എല്ലാ ജീവികളെയും കടിക്കുന്ന ഓർക്ക അതേ കടലിൽ വെച്ച് മനുഷ്യരെയും കടിച്ചതായി റെക്കോർഡുകളിലൊന്നുമില്ല. എന്നാൽ മൃഗങ്ങളെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ അവിടെയുള്ള ഓർക്കകൾ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ സീൽഡെക് എന്ന പേരുള്ള വളരെ പ്രശസ്തമായ ഒരു ഓർക്കോ പാർക്ക് ഉണ്ടായിരുന്നു.
അവിടെ ഓർക്കകളെ ഉപയോഗിച്ച് ഷോകൾ നടത്താറുണ്ട്. ഓർക്കകൾ മനുഷ്യരെ കളിക്കുന്നത് പോലെ പല വിദ്യകളും കാണിക്കാറുണ്ട്. ധാരാളം ആളുകൾ ടിക്കറ്റ് എടുത്ത് അത് കാണാൻ വരാറുണ്ട്. ആ പാർട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റും ആളുകൾ ഇരിക്കുമ്പോൾ കസാരയിട്ട് ഓർക്കകളെ ഇരുത്തും. അതിന്റെ നടുവിൽ ഓർക്കകൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വലിയ ടാങ്കും ഉണ്ടാകും. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഓർക്കകൾക്ക് പരിശീലനം കൊടുത്ത് അവ വളർന്ന ശേഷം ആ ടാങ്കിൽ ഇട്ട് ആളുകളെ രസിപ്പിക്കും. ഷോ നടക്കുന്ന സമയത്ത് ഓർക്കകളോടൊപ്പം കളിക്കാൻ നല്ല പരിശീലനം ലഭിച്ച ചില ട്രെയിനേഴ്സ് അവിടെ ഉണ്ടാകും. അവർക്ക് മാത്രമേ ഓർക്കയുടെ അടുത്തേക്ക് പോകാൻ അനുവാദമുള്ളൂ. മറ്റാർക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഭക്ഷണം കൊടുക്കാനും കളിക്കാനും ട്രെയിനർക്ക് മാത്രമേ ഓർക്കകൾ അടുപ്പിക്കുകയുള്ളൂ. മറ്റാരെ അടുപ്പിക്കില്ല. ചെറുപ്പം മുതലേ ഓർക്കയുടെ ട്രെയിനുമായി വളരെ അടുപ്പമുണ്ടാകും. അങ്ങനെയുള്ള ഒരു ട്രെയിനറാണ് 40 വയസ്സുകാരിയായ ഡോൺ ബെർണാർഡോ ഷോ എന്ന മറ്റു ട്രെയിനർമാരെ പോലെയല്ല. ചെറുപ്പത്തിലെ ഓർക്കകളെ വളരെ ഇഷ്ടമായിരുന്നു. പഠിച്ച ജോലിക്ക് പോകാതെ ഓർക്കയുടെ ട്രെയിനിങ്ങിനായി ഇവ ജോലി ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളാണ് ഇവർ. ആ ടാങ്കിലുണ്ടായിരുന്ന 3 ഓർക്കകളിലെ ടിലിക്കം എന്ന് പേരുള്ള ഒരു ആൺ ഓർക്ക ഉണ്ടായിരുന്നു. അത് വളരെ വലുതും ശക്തിമാനുമായിരുന്നു. ആ ടിലിക്കിന്റെ പ്രധാന പരിശീലകനായിരുന്നു ഡോൺ ബെർണാസോ. ആ സ്ത്രീ പറഞ്ഞാൽ മാത്രമേ ടിലിക്കം ഏത് ജോലിയും ചെയ്യുകയുള്ളൂ. അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു അവരെ ചേർന്നാണ് ഷോയിൽ വിദ്യകൾ കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും നന്നായി പോവുകയായിരുന്നു. 2010 ഫെബ്രുവരി 23 വരെ. അടുത്ത ദിവസം കൃത്യം 24 രാവിലെ ഷോയ്ക്ക് എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ ആളുകൾ പതുക്കെ ഷോ പാർക്കിലേക്ക് വരാൻ തുടങ്ങി. ഷോ ആരംഭിച്ചു. ടില്ലിക്കും ഡോൺ ബെർണാസോയും ചേർന്ന് പല വിദ്യകളും കാണിച്ചു തുടങ്ങി. ആളുകൾ കൈയടിച്ച് ആർപ്പ് വിളിച്ചു. ഡാൻ ഫ്രാൻസിസോ എന്ന പരിശീലകരുടെ ഒരു നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിച്ചിരുന്ന തീലിംഗം എന്ന ഓർക്കോ പെട്ടെന്ന് ഡാനിനെ വെള്ളത്തിലേക്ക് തള്ളിയിടാൻ തുടങ്ങി. തീലിംഗ് എന്തോ ആശയക്കുഴപ്പത്തിലാണ് സംഭവിച്ചതെന്ന് കരുതി ആ സ്ത്രീ വീണ്ടും നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ തീലിംഗും അവരെ അനുസരിക്കാതെ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പരിശീലകനെ ഡാനിനെ അവഗണിക്കാതെ തീലിംഗും അവരെ വെള്ളത്തിലേക്ക് വലിച്ചിഴച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു പരിശീലകർക്കെല്ലാം സംശയം തോന്നി. ഷോ കാണാനെത്തിയ ആളുകൾക്കും എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പരസ്പരം നോക്കി. എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഡാൻ തീലിംഗത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നു. അപ്പോൾ തീലിംഗ് ഓർക്ക അവരെ വായിൽ കടിച്ച് വീണ്ടും വെള്ളത്തിന്റെ അടിയിലേക്ക് വലിച്ചു. അത് കണ്ട് മറ്റു 2 ഓർക്കകളും തീലിംഗിനോട് ഒപ്പം ചേർന്ന് ഡാവിനെ വെള്ളത്തിൽ വെച്ച് കളിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മറ്റ് പരിശീലകർ ഓർക്കകളെ പിന്തിരിപ്പിക്കാൻ വെള്ളത്തിൽ കൈകൊണ്ട് അടിക്കുകയും മത്സ്യങ്ങളെ കൊണ്ട് ഇടുകയും ചെയ്തെങ്കിലും ഒന്നും ഫലിച്ചില്ല. ഡാനിനെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ മറ്റു 2 ഓർക്കകളെയും അവർ ഭീഷണിപ്പെടുത്തി ഓട്ടിക്കാൻ തുടങ്ങി. തീലിംഗ് മാത്രം ഡാനിനെ പൂളിന്റെ നടുവിലേക്ക് കൊണ്ടുപോയി ഇഷ്ടമുള്ള പോലെ കളിക്കാൻ തുടങ്ങി. ഒടുവിൽ ഏറെ സമയം വെള്ളത്തിനടിയിൽ കിടന്ന് ഡാൻ ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഡാവിന്റെ ശരീരം പോലും എടുക്കാൻ ഓർക്കകൾ 2 മണിക്കൂറോളം ആരെ അടുപ്പിച്ചില്ല. ഒടുവിൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ പല എല്ലുകളും ഒടിഞ്ഞു പോവുകയും പല്ലുകൾ കൊണ്ട് മാന്തിക്കീറുകയും ചെയ്തിരുന്നു. വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ ഓർക്കകൾ ഡാവിനെ അതിക്രൂരമായി ഉപദ്രവിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായി. ആ ദിവസം ഷോ കാണാനെത്തിയ ആളുകൾ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ നേരിൽ കണ്ടതിന്റെ ഞെട്ടൽ പാതി വഴിയിൽ ഷോ നിന്ന് പുറത്തിറങ്ങി. ചെറുപ്പം മുതലേ തീലികയുമായി അടുപ്പത്തിലായിരുന്ന ഡാൻ ഫ്രാൻസിസിനെ തീലിംഗ ഓർക്ക തന്നെ കൊലപ്പെടുത്തിയ സംഭവം വലിയൊരു കോലാഹലം സൃഷ്ടിച്ചു. ഈ സംഭവത്തിന് ശേഷം ആ ഷോ പൂർണ്ണമായും നിർത്തിവെച്ചു. ഈ സംഭവത്തിന് ശേഷം തീലിംഗ് ഓർക്ക് എന്താണ് സംഭവിച്ചത്, ഇതിനു മുമ്പേ തീലിംഗം എത്ര പേരെ ആക്രമിച്ചു, ഈ സംഭവം എങ്ങനെയാണ്, ആരാണ് ഈ തീലിംഗം ഓർക്കോ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇപ്പോൾ ഇവിടെയാണ് ഈ ഒരു വലിയ കഥയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പാർട്ട് 2 ആയിട്ട് പിന്നീട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് തോന്നി, ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും